ഹലോ. ആയിഷ റഷ കാമുകൻ്റെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്ത പെൺകുട്ടി. ആയിഷയുടെ കാമുകനായ ബഷീറിന് അയാളുടെ ജിമ്മിൽ തന്നെയുള്ള വേറൊരു പെൺകുട്ടിയായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത. ബാംഗ്ലൂര് ശ്രീദേവി കോളേജിലെ ഫിസിയോതെറാപ്പി തേർഡ് ഇയർ സ്റ്റുഡന്റ് ആയ ആയിഷ റഷ എന്ന് പറഞ്ഞ പെൺകുട്ടി 2 ദിവസം മുന്നേ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോളോവറായ ഒരു പെൺകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഈ ആയിഷ റഷ. ഈ ആയിഷ റഷക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു ARK ഫിറ്റ്നസിലെ ട്രെയിനർ ആയിട്ടുള്ള ബഷീറുദ്ദീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട്. ഒരു 3 വർഷത്തോളമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് യാതൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്ന റിലേഷൻഷിപ്പ്. പെട്ടെന്നാണ് ആയിഷ റഷ അറിയുന്നത് ഈ ബഷീറുദ്ദീനെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, ജിമ്മിലെ തന്നെ ഋതിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട്. പിന്നീട് ആയിഷ റഷ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവര് തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞു. ആയിഷ റഷ ഭയങ്കരമായിട്ട് ലോ ആയി. ഈ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞു. ഈ ബഷീറുദ്ദീനായിട്ട് പ്രശ്നം കഴിഞ്ഞു. അങ്ങനെ ബഷീറുദ്ദീനെ ബ്ലോക്ക് ചെയ്യലും കോൺടാക്ട് നിർത്തലും കാര്യങ്ങളൊക്കെ ആയി. ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ റിലേഷൻഷിപ്പ് നിർത്ത്, നിന്നെ ചീറ്റ് ചെയ്യുന്ന ഒരാളുടെ കൂടെ നീ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ തമ്മിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടാവുന്നു. ആയിഷ റഷ ബഷീറുദ്ദീനെ ബ്ലോക്ക് ചെയ്യുന്നു. വീണ്ടും ബഷീറുദ്ദീൻ ഈ പെൺകുട്ടിയുടെ അടുത്ത് കരഞ്ഞ് കാല് പിടിച്ച് ഈ റിലേഷൻഷിപ്പ് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വീണ്ടും വന്നുകൊണ്ട് ആയിഷ റഷ വീണ്ടും ആ പയ്യനെ അക്സെപ്റ്റ് ചെയ്യണം. കഴിഞ്ഞ 3-4 മാസമായിട്ട് ആയിഷ റഷയും ബഷീറുദ്ദീനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കണം. അതിന് മെയിൻ കാരണം ഋതികയാണ്. ഋതികയായിട്ട് റിലേഷൻഷിപ്പ് നിർത്തണം, നമ്മുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ആയിഷ റഷ ബഷീറുദ്ദീന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ബഷീറുദ്ദീൻ ഭയങ്കര വയലന്റ് ആയിട്ട് ആയിഷ റഷനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ജഗ് വെച്ച് തലക്കടിച്ചിട്ട് ആ പെൺകുട്ടി ബോധം കിട്ടിട്ട് വരെ വീണിട്ടുണ്ട്. അധികം റിലേഷൻഷിപ്പിലും വരുന്ന ഒരു പ്രശ്നമാണ് മൂന്നാമത്തെ ഒരാൾ. നിങ്ങളൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ മൂന്നാമതൊരാളുടെ ആവശ്യം? അതിപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും വേറൊരാളുടെ ആവശ്യം എന്താണ്? ആ കുട്ടി റിലേഷൻഷിപ്പൊക്കെ നിർത്തിയിട്ട് പോയിട്ട് ഇപ്പം വീണ്ടും കൈയും കാലം പിടിച്ചിട്ട് ആ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവന്നതാ. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു ഇവന് വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ? എടാ, നിനക്ക് വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് പോയ പെൺകൊച്ചിനെ അവളെ അവളുടെ വഴിക്ക് വിടണം. അല്ലാണ്ട് വീണ്ടും പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ കൊച്ചിനെ ഉപദ്രവിക്കും, തല്ലും, വേദനിപ്പിക്കും അല്ലായിരുന്നു വേണ്ടത്. നിനക്ക് അതും വേണം ഇതും വേണം. എന്ത് സ്വഭാവം അത്? കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ആയിഷ റഷ ആഘോഷം ചെയ്തിട്ടുണ്ട് ബഷീറുദ്ദീന്റെ നിർബന്ധപ്രകാരം. ഓഗസ്റ്റ് 24 ആയിഷ റഷ ഈ ഋതികമായിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഷീറുദ്ദീനെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടിലോട്ട് പോയി. ഓഗസ്റ്റ് 24 ബാംഗ്ലൂരിൽ നിന്ന് എരഞ്ഞിപ്പാലത്തുള്ള കോഴിക്കോട് ബഷീറുദ്ദീന്റെ ഫ്ലൈറ്റിൽ പോയ ആയിഷ റഷ പിന്നെ അവസാനമായിട്ട് ഈ സുഹൃത്തുക്കളെ കോൺടാക്ട് ചെയ്യുന്നത് 30-ാം തീയതിയാണ്. അന്ന് ആയിഷ റഷ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋതികയും ബഷീറുദ്ദീനും തമ്മിൽ ARK ഫിറ്റ്നസിൽ വെച്ചിട്ട് ഒരു ഓൺ പ്രോഗ്രാം ഉണ്ട്, അതിന് പോകരുത് പറഞ്ഞിട്ട് ബഷീറുദ്ദീനും ആയിഷ റഷ ഒരുപാട് ഇഷ്യൂസ് നടന്നു. ഇനി ബഷീറുദ്ദീൻ പോവുകയാണെങ്കിൽ ആ എരഞ്ഞിപ്പാലത്തുള്ള ഫ്ലൈറ്റിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂരിലോട്ട് ആയിഷ റഷ ഇറങ്ങി വരുന്നതാണ്. ഒന്നും വിചാരിക്കരുത്, ഇവിടെ താഴത്തെ അമ്പലത്തിൽ എന്തോ ഉത്സവം എന്തോ ആണ്, അതാണ് ഈ നോയ്സ് വരുന്നത്. എനിക്കിതെങ്ങനെ നിർത്താനും പറ്റത്തില്ല. അവരുടെ ആൾക്കാരോട് എനിക്ക് പോയി പറയാൻ പറ്റത്തില്ലല്ലോ എനിക്ക് വീഡിയോ എടുക്കണം നിർത്തണം എന്നുള്ളത്. ഇന്ന് ഈ ടോപ്പിക്കിലേക്ക് വരാം. ആയിഷ ഓൾറെഡി അബോർഷൻ കഴിഞ്ഞൊരു കൊച്ച്, അതായത് ഇവരെ തമ്മിൽ എല്ലാ രീതിയിലുള്ള റിലേഷനും ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ ചെറ്റയ്ക്ക് അത് പോരാ. എടാ, നിനക്കൊക്കെ ഉളുപ്പുണ്ടോ? എല്ലാ രീതിയിലുള്ള ഒരു റിലേഷൻ ആയിരുന്നിട്ടും നിനക്കതൊന്നും പറ്റാതെ വീണ്ടും വേറെ പെണ്ണുങ്ങളുടെ പിറകെ പോകണം. പിന്നെ ഋതിക, നിനക്ക് ബോധമുണ്ടോ പെങ്കൊച്ചേ? ഓൾറെഡി അതിന് വേറെ റിലേഷനുണ്ട്, അതറിയാമായിരുന്നോ നിനക്ക്? നീ അറിഞ്ഞിട്ട് ഈ പണിക്ക് നിന്നതാണെങ്കിൽ നിൻ്റെ വീട്ടുകാരെ പറയാനേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. നിൻ്റെ വീട്ടുകാർ നിന്നെ തല്ലി വളർത്താതിൻ്റെ പ്രശ്നം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിന്നെയൊക്കെ എന്ത് പറയാനാ? ആൾക്കാരുടെ ജീവിതം നശിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാര്യം മാത്രം എന്ന് പറയുന്ന നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ഋതിക ആയിഷ റഷയോട് പറഞ്ഞു, നീ പോയി തരണം, നീ പോയി കഴിഞ്ഞാൽ എനിക്ക് ബഷീറിനെ കിട്ടും, ഞാൻ ബഷീർ ഹാപ്പി ആയിരിക്കും എന്നുള്ള കാര്യം. പക്ഷേ ഋതികയുടെ അടുത്ത് ആയിഷ റഷ ഒരിക്കലും തോറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ആയിഷ റഷയ്ക്ക് ബഷീറിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ആയിഷ റഷ ഋതികമായിട്ട് ഒരുപാട് ആൾക്കായിരുന്നു, ഋതികയായിട്ട് സംസാരിച്ചു. ഈ ബഷീറുദ്ദീൻ ലാസ്റ്റ് ആയിഷ റഷയ്ക്ക് വാക്ക് കൊടുത്തു, ഞങ്ങൾ തമ്മിലൊന്നും ഉണ്ടാവില്ല, ഇവിടെ എല്ലാ ബന്ധവും ഞങ്ങൾ നിർത്താമെന്ന് വാക്ക് കൊടുത്തു. അങ്ങനെ ആയിഷ റഷ വീണ്ടും അത് വിശ്വസിച്ചിട്ടാണ് റിലേഷൻ മുന്നോട്ട് പോയത്. ഞാൻ മുഴുവൻ കോൺടാക്റ്റും ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞതിന് ശേഷം ഇവർ ഒരുമിച്ചിട്ട് ജിമ്മിൽ ഒരു പരിപാടി ഉണ്ടെന്ന് ആയിഷ റഷ അറിഞ്ഞു. അതിനെ തുടർന്ന് ഒരുപാട് വഴക്കുകളുണ്ടായി. അപ്പൊ ഋതിക മോളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പണിക്ക് നിന്നേക്കുന്നത് അല്ലേ? നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണുമ്പിള്ളേ. അതുകൊണ്ടാ നിന്റെ വീട്ടുകാരെ പറയണം. അവരെയും പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, അവർ പറഞ്ഞാൽ പോലും കേൾക്കാതെ സ്വഭാവമായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള കുറേ എണ്ണത്തിന്. ഒരെണ്ണത്തിൻ്റെ ജീവൻ എടുത്തപ്പോൾ നിനക്ക് തൃപ്തിയായല്ലോ അല്ലേ? ഇനിയിപ്പോൾ 2 പേരും കൂടെ സുഖമായിട്ട് അങ്ങ് ജീവിക്കും.
കാണണം ജീവിക്കുന്നത്. അത്രേ പറയാനുള്ളൂ. ശരി എന്നാൽ ടാറ്റ.